വെൽക്കം ടു ഓൾ. നമുക്കൊരു ഇൻഡിഫറൻസ് പോയിന്റിന്റെ കൂടി പ്രോബ്ലം ചെയ്യാം. പിന്നെ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൺ പോയിന്റും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് നോക്കാം. എ പ്രപ്പോസ്ഡ് പ്രൊജക്ട് റിക്വയർ എ ക്യാപിറ്റൽ ഔട്ട്ലേ ഓഫ് 15 lakh 15 ലക്ഷം ഫോർ വിച്ച് ദ ഫണ്ട് ക്യാൻ ബി റൈസ്ഡ് ബൈ ദ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 ഈച്ച്. ഒന്നില്ലെങ്കിൽ ഫണ്ട് എങ്ങനെ റൈസ് ചെയ്യാം, എല്ലാം ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത്, ഓർ ബൈ ദ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് 8% ലോൺ. അല്ലെങ്കിൽ എന്താണ്, കുറച്ച് ഇക്വിറ്റിയും കുറച്ച് ലോണും ആയിട്ട് നമുക്ക് ആ 15 ലക്ഷം കണ്ടെത്താം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇൻസിസ്റ്റഡ് ബൈ ദ ഫിനാൻസിങ് ഏജൻസീസ് 2:1. നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അത് അവർ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 2:1. ഡിറ്റർമൈൻ ദ ഇൻഡിഫറൻസ് പോയിന്റ്. അസ്യൂം 50% ടാക്സ്. നമുക്കറിയാം എന്താണ്, ആദ്യത്തെ പ്ലാൻ എന്താണ്, 15 ലക്ഷമാണ് വേണ്ടത്. ആദ്യത്തെ പ്ലാൻ എന്താണ്, ഫുൾ എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് ഇക്വിറ്റി ഷെയർസിലൂടെ റൈസ് ചെയ്യാണ്. അതായത് 15 ലക്ഷം രൂപ നമ്മൾ ഇക്വിറ്റി ഷെയർസിലൂടെയാണ് റൈസ് ചെയ്യുന്നത്. അതായത് 15 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, അതാണ് ആദ്യത്തെ പ്ലാൻ. അപ്പൊ 15 ലക്ഷം രൂപയ്ക്ക് 100 രൂപയാണ്. 15 ലക്ഷം ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കിട്ടും. എത്രയാണ്, 15,000 ഇക്വിറ്റി ഷെയർസ് 100 രൂപ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈസ് 15 lakh rupees. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് എങ്ങനെയാണ്, കുറച്ച് ഇക്വിറ്റിയും കുറച്ച് ഡെപ്റ്റും ആണ്. ഇവിടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പൊ ഡെപ്റ്റ് ഈസ് ടു ഇക്വിറ്റി 2:1 ആണ്. അത് മൊത്തം എമൗണ്ടിന്റെ 2/3 ഭാഗം അല്ലെ. 2:1 എന്ന് പറയുമ്പോൾ 2/3, 2+1 2/3 ഡെപ്റ്റും 1/3 ഇക്വിറ്റി ആണ്. 15 ലക്ഷമാണുള്ളത്, 15ന്റെ 2/3 ഭാഗമാണ്. 15 ലക്ഷം ഇൻറ്റു 2/3 എത്രയാണ് വരിക, 10 ലക്ഷം ലോൺ ആയിട്ടും 1/3 15 ലക്ഷം ഇൻറ്റു 1/3 എത്രയാണ്, 5 ലക്ഷം ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുമാണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കണം, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 ആണ് തന്നിരിക്കുന്നത്. അതായത് ഡെപ്റ്റ് ആണ് കൂടുതൽ, രണ്ട് ഡെപ്റ്റിന് ഒരു ഇക്വിറ്റി എന്നാണ് റേഷ്യോ. അപ്പൊ നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കുക എങ്ങനെയാണ്, 2/3 1/3 മൊത്തം 2:1. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻഡിഫറൻസ് പോയിന്റ് ആണ്. ഇൻഡിഫറൻസ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം, എക്സ് മൈനസ് ഐ ഇൻറ്റു 1 - t - d ഡിവൈഡഡ് ബൈ n1 number of equity shares in first plan will be equal to x minus I into 1 - t - d divided by n2 number of equity shares in second plan. ഇവിടെ x നമ്മുടെ EBT ആണ്, അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എക്സ് മൈനസ് ഇൻട്രസ്റ്റ്. ആദ്യത്തെ പ്ലാനിൽ എങ്ങനെയാണ്, ഫുൾ ഇക്വിറ്റി ആണ് ഇഷ്യൂ ചെയ്യുന്നത്, സോ അവിടെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, 0 ഇൻറ്റു 1 - t എത്രയെന്ന് പറഞ്ഞിട്ട് 50% ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ 50/100 0.5 മൈനസ് പ്രിഫറൻസ് ഷെയർസ് ഒന്നുമില്ല, അത് കാരണം ഡിവിഡൻഡ് ഇല്ല, 0 ഡിവൈഡഡ് ബൈ n. എന്ന് പറയുമ്പോൾ ഫുൾ ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, 15 ലക്ഷത്തിന് ഒരു ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂ 100 രൂപയാണ്. അപ്പൊ 15 ലക്ഷം ബൈ 100 ചെയ്ത് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കിട്ടും, എത്രയാണ്, 15,000 ഈക്വൽ. ഇനി സെക്കൻഡ് പ്ലാൻ, എക്സ് മൈനസ് നമ്മൾ എത്രയാണ് ഡെപ്റ്റ്, എക്സ് മൈനസ് ഇൻട്രസ്റ്റ് ആണ്. ഡെപ്റ്റ് എത്രയാണ്, 10 ലക്ഷം രൂപയാണ് നമ്മൾ ഡെപ്റ്റ് റൈസ് ചെയ്യുന്നത്. എത്ര ശതമാനം ഇൻട്രസ്റ്റ്, 8%, 8% ലോൺ. അപ്പൊ 10 ലക്ഷത്തിന്റെ 8% എന്ന് പറയുമ്പോൾ എത്രയാണ്, 80,000 രൂപ വരും. അപ്പൊ എക്സ് മൈനസ് 80,000 ഇൻറ്റു 1 - t എത്രയാണ്, ടാക്സ് 50%, 0.5 മൈനസ് d ഇല്ല, 0 ഡിവൈഡഡ് ബൈ n നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. നമ്മൾ 5 ലക്ഷം രൂപയാണ് ഇക്വിറ്റി ഷെയർസ് വഴി റൈസ് ചെയ്യുന്നത്, 100 രൂപയുടെ. 5 ലക്ഷം ഡിവൈഡ് ബൈ 100 ചെയ്താൽ 5000 എണ്ണാണ് നമ്മൾ ഇക്വിറ്റി ഷെയർസിലൂടെ അല്ലെ. 10 ലക്ഷം നമ്മൾ ലോൺ ആയിട്ടും 5 ലക്ഷം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വിറ്റി ഷെയർസിലൂടെ റൈസ് ചെയ്യണം അല്ലെ. 2:1 ആണ്. 10 ലക്ഷം ലോൺ, 5 ലക്ഷം ഇക്വിറ്റി. ഈ 5 ലക്ഷം ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇക്വിറ്റിയുടെ വില തന്നിട്ടുണ്ട് 100 രൂപയാണ്. അപ്പോ എത്ര എണ്ണം റൈസ് ചെയ്യണം, 5000. അപ്പൊ 5000. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു 1 - 0.5 എന്ന് പറയുമ്പോൾ 0.5, എക്സ് ഇൻറ്റു 0.5 ബൈ 15,000 will be equal to 1 - 0.5 0.5. അപ്പൊ 0.5 ഇൻറ്റു എക്സ് മൈനസ് 80,000 ഡിവൈഡഡ് ബൈ 5,000. ഈ 0.5 എക്സ് ബൈ 15,000 will be equal to 0.5 എക്സ് മൈനസ് 0.5 ഇൻറ്റു 80,000 എത്ര വരിക, 40,000.
ഡിവൈഡഡ് ബൈ 5000. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 0.5x ഇൻറ്റു 5000 വിൽ ബി ഈക്വൽ ടു 15,000 ഇൻറ്റു 0.5x മൈനസ് 40,000. നമ്മൾ കഴിഞ്ഞപ്പോൾ ഇതിൽ ചെയ്ത പോലെ 3 സീറോസ് ഒഴിവാക്കുക. ആ കാൽക്കുലേഷൻസ് ഒന്ന് സിംപ്ലിഫൈ. ഇവിടുന്ന് 3 ഒഴിവാക്കുക, ഇവിടുന്ന് 3 ഒഴിവാക്കുക. അപ്പൊ എന്തായി 0.5x into 5 will be equal to 15 into 0.5x minus 40,000. അപ്പൊ നമുക്ക് എന്താണ് 0.5x into 5 എത്രയാണ് 2.5x. ഇവിടെ 15 into 0.5x 7.5x minus 15 minus 40,000 6 lakh. നമുക്ക് എന്ത് ചെയ്യാം 2.5x ഈ 7.5x ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ 2.5x minus 7.5x will be equal to minus 6 lakh. minus 5x will be equal to minus 6 lakh. x എന്ന് പറയുമ്പോൾ ഈ 5 അങ്ങോട്ട് കൊണ്ടുപോകും. 6 lakh by minus 5 എത്രയാണ് 1,20,000. അതാണ് നമ്മുടെ എന്ത് ഇൻഡിഫറൻസ് ലെവൽ. 1,25,000 ആണ് EB8 എങ്കിൽ EPS രണ്ടിനും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. EB8 എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 1,20,000. ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ് 1,20,000. എന്താണ് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞപ്പോ രണ്ട് പ്ലാൻ ഓൾ ഇക്വിറ്റിയും ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റും. EB8 EPS കാണാൻ എന്താ ചെയ്യുക, ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കണം. ലെസ് ഇൻട്രസ്റ്റ് 8%. ആദ്യത്തേന് ഇൻട്രസ്റ്റ് ഇല്ല, കാരണം അവിടെ ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേന് 80,000 രൂപ ഇൻട്രസ്റ്റ് വരുന്നു. എത്രയായിരിക്കും ഏർണിംഗ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് 1,20,000 40,000. ടാക്സ് ഉണ്ട് 50%. ലെസ് ടാക്സ് 50% 60,000, ഇതിന്റെ 50% 20,000. കുറച്ച് കഴിഞ്ഞാൽ 60,000 ആണ് ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർസ്. ഇവിടെ 20,000 ആണ് ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർസ്. EPS എത്ര വരിക ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. 60,000 ബൈ ആദ്യത്തെ പ്ലാനിൽ എത്രയാണ് 15,000. അപ്പൊ 4 EPS വരിക. രണ്ടാമത്തെ പ്ലാനിലോ 5,000 ഉള്ളു. അപ്പൊ 20,000 ബൈ 5,000 4 തന്നെയാണ് EPS. രണ്ടിന്റെയും EPS സെയിം ആണ്. ഒന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്തിരുന്നത് നല്ലതാണ്. ഇവിടെ ആൻസർ തെറ്റിയില്ല എന്ന് ഉറപ്പുവരുത്താൻ. നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ലെവൽ ഓഫ് EBIT which is just sufficient to cover the fixed financial charge. അതായത് നമ്മുടെ ഉണ്ടാക്കിയ EBIT എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനും പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാനേ ഉള്ളൂ. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒന്നുമില്ല. EPS 0 ആകുന്ന അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് പറഞ്ഞാൽ ദർ ഇസ് നോ ലോസ് നോ പ്രോഫിറ്റ്. അതുപോലെ ജസ്റ്റ് നമ്മുടെ ഫിക്സഡ് ഒബ്ലിഗേഷൻ കവർ ചെയ്യാനുള്ള പ്രോഫിറ്റ് മാത്രം. ആ ഒരു EBIT-നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് EBIT. ഇറ്റ് ഈസ് ജസ്റ്റ് സഫിഷ്യന്റ് ടു കവർ ദ ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് ആണ് ഇൻട്രസ്റ്റും പ്രിഫറൻസും. ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് നമുക്ക് ഉണ്ടായ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കൊടുക്കാനും പ്രിഫറൻസ് ഡിവിഡൻഡ് പേ ചെയ്യാനുള്ളത്. അതായത് EPS എന്താണ് 0 ആണ്. ജസ്റ്റ് എന്താണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനുള്ള ഫോർമുല ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ 1 minus t ആണ് ഫോർമുല. ജസ്റ്റ് നമുക്കൊന്നൊരു പ്രോബ്ലം നോക്കാം. എ കമ്പനി ഹാസ് 100 million preferred stock issue paying 6% per annum. പ്രിഫറൻസ് ഷെയർസ് 100 million ഉണ്ട്, 6% ഇൻട്രസ്റ്റ്. ടോട്ടൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 10 million ആണ്. ഇൻട്രസ്റ്റ് 10 million. ഇൻട്രസ്റ്റ് ഇൻകം 1 million. ടാക്സ് റേറ്റ് ഈസ് 40%. ഇവിടുത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഫോർമുല എന്താണ്, ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ 1 minus t. ഇവിടുത്തെ ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ആണ്. അതായത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് മൈനസ് ഇൻട്രസ്റ്റ് ഇൻകം ആണ്. അതാണ് ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഫോർമുല ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ 1 minus t. ഇൻട്രസ്റ്റ് എത്രയാണ് 10 million ആണ് നമ്മൾ പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ്. പക്ഷെ നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഇൻകം എത്രയുണ്ട് 1 million ഉണ്ട്. അപ്പൊ നെറ്റ് ഇൻട്രസ്റ്റ് എത്രയാണ് 10 million നമുക്ക് വരുന്ന എക്സ്പെൻസ് 1 million നമുക്ക് വരുന്ന ഇൻകം. അപ്പൊ നെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പോകുള്ളൂ 9 million ആണ് പോകുള്ളൂ. 10 minus 1. അപ്പൊ I എന്ന് പറയുന്നത് 9 പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ് 6% ആണ്. 100 million പ്രിഫേർഡ് സ്റ്റോക്ക് ആണുള്ളത്. അപ്പൊ 100 into 6/100 ചെയ്താൽ മതി. അപ്പൊ 6 million. 6 1 minus t എത്രയാണ് 40%. അപ്പൊ 1 minus 0.40. അപ്പൊ ഇൻട്രസ്റ്റ് 9 million പ്ലസ്
പ്രിഫറൻസ് ഡിവിഡൻഡ് 6% ആണ് 100 മില്യൺ. അപ്പൊ 6 മില്യൺ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാക്സ് 40.40 9 പ്ലസ് 6 ബൈ 1 മൈനസ് 0.40 എത്രയാണ് 0.60. അപ്പൊ 9 പ്ലസ് 6 ബൈ 0.60 ചെയ്താൽ മതി. 0.60 ചെയ്താൽ മതി. അപ്പൊ യു വിൽ ഗെറ്റ് 10 ആണ് കിട്ടുക. എന്നിട്ട് 9 പ്ലസ് ആ ഫിഗർ ചെയ്ത് വെച്ചാൽ യു വിൽ ഗെറ്റ് ദ 19 മില്യൺ. അതായത് 19 മില്യൺ EBIT നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ജസ്റ്റ് നമ്മുടെ ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജ് പേ ചെയ്യാനായിട്ട് പറ്റും. ഇത് ശരിക്കും ഇങ്ങനെയൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ആ തിയറി അറിയാമെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ ഫിക്സഡ് ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഫിക്സഡ് ഒബ്ലിഗേഷന്റെ ടോട്ടൽ അല്ലേ അത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഫിക്സഡ് ഒബ്ലിഗേഷൻ ആയി ഇൻട്രസ്റ്റ് എത്രയാണ് 10 മില്യൺ ആണ്. 10 മില്യൺ ആണ് എന്ത് നമ്മുടെ ഫിക്സഡ് ഒബ്ലിഗേഷൻ 10 മില്യൺ. ഇനി ഇൻകം ഉണ്ട് 1 മില്യൺ. അപ്പൊ നമുക്ക് എന്താണ് 9 നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ എന്താണ് 9 മില്യൺ ആണ്. പിന്നെ ഒരു ടാക്സിന്റെ എഫക്റ്റ് ഉള്ള കാരണമാണ്. പ്ലസ് എന്താണ് പിന്നെ വേണ്ടത് എന്താണ് ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് എത്രയാണ് 100 മില്യൺ ആണ്. അത് 6% വെച്ചിട്ടാണ്. അപ്പൊ 100 മില്യൺ 6% എന്ന് പറയുമ്പോൾ 6 മില്യൺ ഡിവൈഡഡ് ബൈ ആ ടാക്സ്. അതിന്റെ സമ്മാണ് എന്ത് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ജസ്റ്റ് നമുക്ക് എന്താണ് നമ്മുടെ ഫിക്സഡ് ഒബ്ലിഗേഷൻ പേ ചെയ്യാനുള്ള ആ ലെവൽ ഓഫ് EBIT-നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല എന്താണ് 1 പ്ലസ് പ്രിഫറൻസ് 1 അല്ല കേട്ടോ തെറ്റി പറയുന്നതാണ്. ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി. 1 മൈനസ് ഇവിടെ ഇൻട്രസ്റ്റ് ഇവിടെ എത്രയാണ് 9 മില്യൺ. നെറ്റ് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് മൈനസ് ഇൻട്രസ്റ്റ് ഇൻകം. 9 പ്ലസ് 6 പ്രിഫറൻസ് ഡിവിഡൻഡ് 6 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി എന്ന് പറയുമ്പോൾ 1 മൈനസ് 0.40 ചെയ്താൽ മതി. അപ്പൊ 0.6. 9 പ്ലസ് 6 ബൈ 0.6 എത്രയാണ് 10 ആ വരിക. അപ്പൊ 9 പ്ലസ് 10 19 മില്യൺ ആണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ്. ക്ലിയർ ആയെങ്കിൽ എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.